ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. എന്താ വല്ല കുക്കിംഗ് ആണോ പരിപാടി? അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഞാൻ അതിലെ തേങ്ങാവെള്ളം എടുക്കുകയാണ്. എപ്പോഴും തേങ്ങ പൊട്ടിക്കുമ്പോൾ ഓർക്കും നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. ഞാൻ നമ്മുടെ തേങ്ങാവെള്ളം വെച്ചിട്ട് ഒരു മാസ്കാട്ടോ കാണിക്കാൻ പോകുന്നത്. കുറച്ച് തേങ്ങാവെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലോട്ട് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ തേങ്ങാവെള്ളം ഇല്ലേ, നമ്മൾ വിചാരിക്കണമെന്നല്ല, ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ സ്കിന്നിന്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ വഴിയെ പറഞ്ഞുതരാം. എന്നിട്ട് അരിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടി നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ടില്ലല്ലോ, എന്നാലും ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നാരങ്ങ ആഡ് ചെയ്യാം. നാരങ്ങയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. നാരങ്ങയുടെ കുരുവിൽ വീഴാതിരിക്കാൻ നോക്കണം കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നാരങ്ങയുടെ ഇങ്ങനെ കുരുവ പാക്കിലൊക്കെ വീഴാൻ നിർത്താൻ നമുക്കൊരു ബുദ്ധിമുട്ടല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നന്നായിട്ട് മിക്സ് ആക്കണം. ഒരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും കിട്ടുന്നത്. നിങ്ങൾക്ക് തിക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങാവെള്ളം കുറച്ചിട്ടും അരിപ്പൊടി കുറച്ച് കൂടുതലിട്ടാലും മതി. പക്ഷേ എനിക്കിതാണ് ഇഷ്ടം. എന്നിട്ട് ഞാൻ ഫേസ് നന്നായിട്ട് കഴിയട്ടെ. ഒരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്. ബ്രഷ് വേണമെന്നൊന്നുമില്ല. അപ്പം നിങ്ങളുടെ തേങ്ങാവെള്ളം ഇല്ലേ, അതിൽ നമ്മുടെ ടോണറിൻ്റെ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ വെറുതെ തേങ്ങ പൊട്ടിച്ച് കളയാൻ നിർത്താൻ അതിൻ്റെ വെള്ളമൊക്കെ എടുത്ത് മുഖം കഴുകുക. കുടിച്ച് മാത്രം കളയല്ല കേട്ടോ. ഇച്ചിരി മുഖമൊക്കെ കഴുകുക, നല്ല സുഖമാണ്. പിന്നെ നമ്മുടെ വൈറ്റൺ ചെയ്യുമെന്ന് പറയുന്നത് അതെനിക്ക് എത്രത്തോളം അറിയില്ല കേട്ടോ. പക്ഷേ നമ്മുടെ ഫേസിലുണ്ടാകുന്ന കുരുക്കൾ മാറും. ഫേസ് നല്ല ക്ലിയർ ആകാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ കുരുക്കൾ വന്നു പോയ പാടൊക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ അരിപ്പൊടി ചുളിവുകൾ മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മൾ പ്രായമാകണതിൻ്റെ ഒരു ഇതിൽ ചുളിവുകളൊക്കെ വരില്ല, അതൊക്കെ നന്നായിട്ട് കുറക്കോട്ടോ. പിന്നെ കുരുക്കളൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നാരങ്ങ പറയേണ്ടില്ലല്ലോ, നല്ല ഗ്ലോ കിട്ടും സ്കിന്നിന്. ഒരു ബ്ലീച്ചിങ് ഏജൻറ്റാണ്. അപ്പോൾ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാനാണ് കേട്ടോ ഞാൻ നാരങ്ങ യൂസ് ആക്കിയേക്കണേ ഇതിൽ. പിന്നെ തേങ്ങാവെള്ളം ഞാൻ കുഞ്ഞിലേക്ക് അമ്മച്ചി പറയണേക്കാം. ഈ ചൂടുകുരുക്കളൊക്കെ വരത്തില്ല നമുക്ക് മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ പഠിക്കുന്ന സമയത്തൊക്കെ ഈ നെറ്റിയുടെ അവിടെ അതുപോലെ കഴുത്തിലൊക്കെ വരും. അപ്പം അമ്മച്ചി പറയണേക്കാം തേങ്ങാവെള്ളത്തിൽ ഇങ്ങനെ മുഖം കഴുകുക, തേങ്ങാവെള്ളത്തിൽ കഴുത്ത് കഴുകുന്നൊക്കെ. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. കുറച്ച് ദിവസം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ആ ചൂടുകുരു ഇല്ല, അതിങ്ങനെ പൊട്ടി പോണ കാണിക്കാം. ഞാൻ പറഞ്ഞ ഈ തരിതരി പോലത്തെ കുരുക്കളാണ്. വലിയ പരുവിൻ്റെ കാര്യമല്ല കേട്ടോ. പരു മീൻസ് കരു അങ്ങനെ എന്തോ പറയത്തില്ല, വലിയ കുരു വരുന്നത് അതല്ല കേട്ടോ ഞാൻ പറഞ്ഞേ. അപ്പോൾ തേങ്ങാവെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷെ ചിലർ പറഞ്ഞ് തേങ്ങാവെള്ളം യൂസാക്കി നമ്മളെപ്പോഴും കഴുകിയിട്ടുണ്ടെങ്കിൽ നിറം വെക്കുമെന്ന്. അതെനിക്ക് അറിയത്തില്ല കേട്ടോ. അങ്ങനെ നിറം വെക്കുമെങ്കിൽ ഞാനൊക്കെ പണ്ട് നിറം വെക്കണ്ടല്ലേ, അങ്ങനെ എനിക്ക് അറിയത്തില്ല. പക്ഷെ തേങ്ങാവെള്ളം നല്ലതാണ്. നമ്മൾ ഈ നിറം വെക്കണതിൻ്റെ പിന്നാലെ പോകരുത്. നിറത്തിലൊന്നും അങ്ങനെ കാര്യമില്ല. നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ട് വെക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് സെറ്റാവും. അപ്പം ഞാൻ ഒരു തിക്കായിട്ട് ഇടാത്തതുകൊണ്ട് തിന്നായിട്ട് ഇട്ടേക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് സെറ്റായി കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു കോട്ടൺ പാഡ് എടുത്തിട്ടുണ്ട്. കോട്ടൺ പാഡ് എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കി നനച്ചതാണ് കേട്ടോ. എന്നിട്ട് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കും ഞാൻ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്യുവാണെന്ന്. കംപ്ലീറ്റ് ആയിട്ടല്ല കേട്ടോ ഞാൻ വൈപ്പ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. അതായത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഒരിക്കലും നമ്മൾ വൈപ്പ് ചെയ്യരുത്. വൈപ്പ് ചെയ്യുവാണെങ്കിലും ശരി, നമ്മൾ ഈ ഉണങ്ങിയിരിക്കില്ല, ഡ്രൈ ആയിട്ട് പാക്കൊക്കെ ഇരിക്കുമ്പോൾ ഇട്ട് ഒരുമാതിരി സ്കിന്നിന് ഇറിറ്റേറ്റഡ് ആവുന്ന രീതിയിൽ ചെയ്യരുത്. പതിയാണ് ഞാൻ വൈപ്പ് ചെയ്യുന്നത്. പിന്നെ നനച്ചിട്ടുമാണ് വൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ സ്കിന്നും അങ്ങനെ ഒരുപാട് ഇറിറ്റേറ്റഡ് ആവത്തില്ല. വിചാരിക്കും നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രീതിക്ക് ഇങ്ങനെ ഉരച്ചെടുക്കണ പോലെ ഉണ്ട്. അങ്ങനെയല്ല കേട്ടോ, പതിയെ ഞാൻ എടുക്കുന്നത് സ്കിന്നിന് പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിൽ. അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ തേങ്ങേൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിലല്ല, നമ്മൾ സാധാരണ നോർമലി മലയാളികൾ എങ്ങനെ പോയാലും 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു വീട്ടിലൊരു തേങ്ങ പൊട്ടിക്കാതിരിക്കില്ല. അപ്പോൾ വെള്ളം അല്ലെങ്കിൽ കുടിച്ച് അല്ലെങ്കിൽ കളയാനാണ് പതിവ്. അപ്പോൾ എന്തായാലും കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ട് ഇതേപോലെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മൾ വെറുതെ ഒന്ന് മുഖം കഴിയാലും മതി. അതിൻ്റെതായ ഒരു റിസൾട്ട് ഉണ്ടാവും കേട്ടോ. എനിക്കൊക്കെ കുഞ്ഞിലേക്ക് ചൂടൂര് വരുമ്പോൾ ഞാൻ ചെയ്യാറുണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ നെറ്റിയിൽ വരും, താരൻ്റെ കുരുക്കൾ വരുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്തായാലും ഞാൻ നിങ്ങളോടും ഇതും ഷെയർ ചെയ്യാമെന്ന് ഓർത്ത്. അപ്പോൾ ചിലർക്കെങ്കിലും ഇങ്ങനെ താരൻ്റെ ഈ തരിതരി പോലത്തെ കുരുക്കളൊക്കെ നെറ്റിയിൽ വരത്തില്ല. എൻ്റെ ഇപ്പോഴും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എൻ്റെ നെറ്റിയിൽ കുരു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് താരൻ്റെ കുരു വരാൻ തുടങ്ങി നെറ്റിയിൽ. അപ്പം ഞാനിത് ഇന്നിപ്പോൾ കുറേ നാൾ കൂടി ഞാൻ വീണ്ടും ട്രൈ ചെയ്യുവാണ് തേങ്ങേൻ്റെ വെള്ളത്തിലുള്ള ഈ പരിപാടി. റിസൾട്ട് ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ കാണാം, അത്ര നീറ്റായിട്ടുള്ള വൈപ്പിംഗ് ഒന്നുമല്ല നടത്തിയിരിക്കുന്നത്. എന്നാലും നോർമലി ഒരു ചെറിയ രീതിയിൽ ഞാൻ എല്ലാം വൈപ്പ് ചെയ്തെടുത്തു. ഇനി ഞാൻ എൻ്റെ വിരൽ നന്നായിട്ട് നനച്ചിട്ട് നമ്മുടെ ഫേസിൽ ഇനി അരിപ്പൊടിയുടെ ആ തരികളുണ്ട് കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുവാണ്. കാരണം ഞാനിപ്പോൾ കുറേ ആയൊന്ന് സ്ക്രബൊക്കെ ചെയ്തിട്ട് മുഖം. അപ്പോൾ അരിപ്പൊടി ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടും. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ ഈ താടിയുടെ അവിടെയൊക്കെ അത്യാവശ്യം ഇങ്ങനെ തരി പോലത്തെ കുരുക്കളുണ്ട്. പിന്നെ മൂക്കിൻ്റെ അവിടെ ബ്ലാക്ക് ഹെഡ്സ് അല്ല വൈറ്റ് ഹെഡ്സ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്യുവാണ്.
എന്നിട്ട് കുറച്ച് നേരം കേട്ടോ എന്നിട്ട് പോയി ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല റിസൾട്ട് ഉണ്ട്, നല്ല ഗ്ലോ ഉണ്ട്, ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ ഉണ്ട്, നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്യട്ടെ, നല്ലൊരു പാക്കാണ്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ, ടാറ്റാ.